സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി യോഗ്യമായിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ അടിയും ബഹളവും ഒക്കെ ആയിട്ടുള്ളവർ സുവിശേഷം വിശ്വസിച്ച് കഴിയുമ്പോൾ, ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ വഴക്കിനും വയ്യാവേലിക്കും പോകുകയില്ല, യോഗ്യമായിട്ട് നടക്കും. നേരത്തെ മദ്യപിച്ചവരും പുകവലിച്ചവരും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരുമൊക്കെ സുവിശേഷം അകത്ത് ചെല്ലുമ്പോൾ അതെല്ലാം നിർത്തും. ഇതാ സുവിശേഷം യോഗ്യമായിട്ട് നടത്തും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ സുവിശേഷം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അനാവശ്യം പറയുകയില്ല. പിന്നെ അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഇതൊക്കെ ശീലിക്കുന്നത്. സുവിശേഷം യോഗ്യമായിട്ട് നടക്കും. സുവിശേഷം ഒരു വ്യക്തിയുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവന് വസ്ത്രധാരണത്തിൽ യോഗ്യതയായിരിക്കും. അതൊക്കെ ഉണ്ട്. താണ്ട പിള്ളേരുമൊക്കെ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചാൽ വേറെ പുസ്തകം വായിക്കുന്നത്. ഇവിടെയും വലിയ തരക്കേടില്ല. എന്നാൽ ചിലതിനെയൊക്കെ കണ്ടാൽ കാല് പറഞ്ഞ കുറേ എണ്ണമുണ്ട്, ഒത്തിരിയുണ്ട്. മുടിയും വെട്ടുകയില്ല, വീറും വൃത്തിയായിട്ട് നടക്കുകയില്ല, യോഗ്യമായിട്ട് വസ്ത്രവും ധരിക്കുകയില്ല. അങ്ങനെ അയോഗ്യമായിട്ട് നടക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. അതിൻ്റെ ഒന്നും അകത്ത് സുവിശേഷം കയറിയിട്ടില്ല. എന്നാൽ സുവിശേഷം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ അവൻ യോഗ്യമായിട്ട് നടക്കും, യോഗ്യമായിട്ട് നടക്കും. അവനെ ആരും നിർബന്ധിക്കുകയൊന്നും വേണ്ട. ഇതകത്തോട്ട് കയറുമ്പോൾ അവന് പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുക്കും യോഗ്യമായിട്ട്. അവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ 6ാമത്തെ വിശേഷത, ഇത് നമ്മളെ യോഗ്യമായിട്ട് നടത്തും. 7 കാര്യം പറയാം, എല്ലാം 7. അപ്പോൾ 7ാമത്തെ കാര്യം, സുവിശേഷത്തിൻ്റെ വിശേഷത, ഇത് പ്രത്യാശ തരുന്നതാണ്. കൊലോസ്യ ലേഖനം 1:3 വായിച്ചോ മോളെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ മതി. അപ്പൊ സുവിശേഷത്തിന്റെ 7ാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്നതാണ്. ഇരിപ്പ് കണ്ടിട്ട് യാതൊരു പ്രത്യാശയില്ല. മഴയായതുകൊണ്ടായിരിക്കും. അപ്പോൾ സുവിശേഷം നമുക്ക് പ്രത്യാശ തരും. ഒത്തിരി കാര്യം പറയാനുണ്ട് പ്രത്യാശയെ പറ്റി. ജീവനുള്ള പ്രത്യാശ എന്നൊക്കെ ആ പുസ്തകത്തിൽ വാക്യം, ജീവനുള്ള പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശയുടെ വിശേഷത എന്താ? നമ്മുടെ പ്രത്യാശ, ഒന്ന്, നമ്മുടെ കർത്താവ് തിരിച്ചു വരും.